തസ്കിയ 258, സലാഹുദ്ദീൻ 76. ലാ തഹ്തജിം യൗമ സബ്തിൻ വൽ ഖമീസി വയൗമൽ അർബിഈ ഫഇന്ന മൻ ബിഹ്തജമ യനാലുഹു ബറസുൻ ഔ മാ സിവാഹു വലാ ഫീ സാബിഇ ശഹരി അയ്യ ശഹരി തഹ്തജിമാ ولا تضع في تراب للسواك بلا نصب وفي يتب ترك الكر التزما. രോഗമുണ്ടാക്കിയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. അതിൽ ശക്തമായ ചൂടോ തണുപ്പോ ഉള്ള വെള്ളം, സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം, ഇതുകൊണ്ട് വുളൂ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, ലാ തഹ്തജിം യൗമ സബ്തിൻ വൽ ഖമീസി വയൗമൽ അർബിഈ. ശനി, വ്യാഴം, ബുധൻ ഈ ദിവസങ്ങളിൽ നീ ഹിജാമ ചെയ്യരുത്. കപ്പിങ്, അതിൻ്റെ മഹത്വം പല പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സമയവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശനി, വ്യാഴം, ബുധൻ ദിവസങ്ങളിൽ കപ്പിങ് നല്ലതല്ല, ഒഴിവാക്കേണ്ടതാണ്. കാരണം ഫഇന്ന മൻ ബിഹ്തജമ യനാലുഹു ബറസുൻ ഔ മാ സിവാഹു. ഈ ദിവസങ്ങളിൽ കപ്പിങ് ചെയ്യുന്നുവെങ്കിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും രോഗങ്ങൾ അതുവഴി വരും. കൂടുതൽ ബ്ലീഡിങ്ങോ അതുപോലെ മറ്റസുഖങ്ങളോ വരാൻ സാധ്യത കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. വലാഫി സാബി ഷഹരി അയ്യ ഷഹരി തഹ്തജിമ. ഏതു മാസമാണെങ്കിലും അതിലെ 7-ാം ദിവസവും ഈ കപ്പിങ് നീ ഉപേക്ഷിക്കേണ്ടതാണ്. അതും ഗുണപ്രദമല്ല, ആരോഗ്യത്തിന് ഒരുപക്ഷെ ഹാനിയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹിജാമ ചെയ്യൽ, കൊമ്പുവെക്കൽ, കപ്പിങ് നല്ലൊരു ചികിത്സാരീതിയാണെങ്കിലും ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, വലാ തളഫി തുറാബിൽ ലിസ്സിവാക്കി ബിലാ നസബിൻ. നാം പല്ല് തേക്കുന്ന ബ്രഷ് നിലത്തിടരുത്, അത് കുത്തനെ ചാരി വെക്കണം. നിലത്തിട്ട് കഴിഞ്ഞാൽ പല ഫംഗസുകളും അതിലേക്ക് വന്ന് അടിയാൻ സാധ്യത കൂടുതലാണ്, അതുവഴി രോഗമുണ്ടാവുകയും ചെയ്യും. അപ്പം ബ്രഷ് ഒരിക്കലും നിലത്തിട്ട് വെക്കരുത്. അങ്ങനെ നിലത്ത് വെക്കുന്ന സാഹചര്യം വരുമ്പോൾ അത് ചുമരിലോ മറ്റോ ചാരി വെക്കണം. മണ്ണും പൊടിയും വൃത്തികേടും പറ്റിപ്പിടിക്കുന്ന നിലയിൽ മിസ്വാക്ക് വെക്കരുത്. വഫീ അതബിൻ തർക്കൽ കറൽ തസമ. ഉമ്മരപ്പടിയിൽ ഇരുന്ന് ഉറങ്ങൽ, അത് നീ ഉപേക്ഷിക്കുകയും വേണം. കറ എന്ന് പറഞ്ഞാൽ തൂങ്ങി ഉറങ്ങുക എന്നാണ് അർത്ഥം. ഉമ്മരപ്പടിയിൽ നിന്ന് തൂങ്ങി ഉറങ്ങുന്നത് സമ്പ്രദായം ശരിയല്ല. അതും രോഗത്തെ പിടിച്ചു വരുത്തുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ്. വലാ തനം വൈറദി തുഹ്രിൻ വമുൻഫരിദ വലാ തഖല്ലൽ ബികസ്ബിൻ തഗ്ദു മുൻസലിമാ. വലാത്തനം വൈറദി തുഹുരിൻ. ശുദ്ധിയില്ലാതെ ഉറങ്ങുകയും ചെയ്യരുത്. രാത്രി കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തി വേണം കിടക്കാൻ. അല്ലാതെ കിടന്നാൽ രോഗം വരും. പൈശാചികമായ സമ്മർദ്ദങ്ങളും മറ്റും വന്ന് അത് രോഗമുണ്ടാക്കാൻ കാരണമാവും. ശുദ്ധിയോടെ കിടന്നവൻ്റെ സമീപത്തേക്ക് പിശാച് അടുക്കുകയില്ല എന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ്റെ മൂക്കിലും ചെവിയിലൊക്കെ പിശാച് മൂത്രമൊഴിച്ച് വെക്കുന്നുള്ളത്. അതുവഴി അവന് പല രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ശാരീരികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു ഉത്തമ ആത്മീയ ചികിത്സയാണ് ശുദ്ധിയോടെ കിടക്കുക എന്ന് പറഞ്ഞാൽ. ജനാപത്തുണ്ടായിരിക്കെ കിടക്കരുത്, ഉറങ്ങരുത്. അതുപോലെ വുളൂ ഇല്ലാതെയും ഉറങ്ങരുത്. ശുദ്ധി വരുത്തിക്കൊണ്ട് വേണം ഉറങ്ങാൻ. ആരോഗ്യത്തിന് നല്ലതാണ്, ഉന്മേഷത്തിനും.
മുൻഫരിദൻ തനിച്ചും ഉറങ്ങരുത്. ഒരു റൂമിൽ ഒരാൾ മാത്രം, ഒരു വീട്ടിൽ ഒരാൾ മാത്രം, അതും പാടില്ല. മനുഷ്യനാണ്. വല്ലപ്പോഴും പല കാര്യങ്ങളും പല വിഷയങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ സഹായിക്കാനെങ്കിലും വേണം. അപ്പം ഏകാഗിയായിട്ടുള്ള ഉറക്കവും നല്ലതല്ല. അതും രോഗത്തെ വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത്. പലപ്പോഴും പല പ്രതിസന്ധികളും വന്നേക്കാം എന്നതിന് പുറമേ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴുണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ആകയാൽ തനിച്ച് കിടക്കരുത്. ഒരാളെയും കൂടി റൂമിൽ കിടത്തിക്കൊണ്ട് വേണം നമ്മൾ ഉറങ്ങാൻ. ഇങ്ങനെ കപ്പിങ് ചെയ്യുമ്പോൾ ദിവസങ്ങൾ ശ്രദ്ധിക്കണമെന്നും ബ്രഷ് മണ്ണിലിടാൻ പാടില്ല എന്നും ഉമ്മരപ്പടിയിൽ ഇരുന്നിട്ട് തൂങ്ങി ഉറങ്ങരുത് എന്നും ശുദ്ധിയില്ലാതെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങളാണ് ഈ വരികളിൽ നമ്മുടെ ആരോഗ്യ സുരക്ഷിതത്വത്തിന് വേണ്ടി സലാഹുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്.